ഹായ് കൂട്ടുകാരെ, ഒരു കൂട്ടം കാര്യം ചോദിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. രാത്രി മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടോ? കഴിക്കാവോ? കാരണം അന്ന് എനിക്ക് രാത്രി മുരിങ്ങയിലേൻ്റെ സൂപ്പാണ്. എന്തോ പെട്ടെന്ന് അങ്ങനെയൊന്നും തോന്നി. കാരണം കുറച്ച് മുതിര വേവിച്ചായിരുന്നു കേട്ടോ. ഞാൻ മുതിര വേവിച്ച് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടാ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ ചുമ്മാ ഒന്നിത്തിരി ഇങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇത് കളയണ്ടല്ലോ, കുറച്ച് മുരിങ്ങയില ഒടിച്ചിട്ടുണ്ടാകും. അയ്യത്ത് ഉണ്ട് മുരിങ്ങയില. കാരണം ഞാൻ ഓൺലൈനിൽ ഈ കുരു വാങ്ങിയിട്ട് കുഴിച്ചിട്ട മുരിങ്ങ തൈകൾ കുറേ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം തോന്നി അങ്ങനെ ചെയ്യാം. അയ്യത്ത് പോയി കഴിഞ്ഞിട്ട് അയ്യത്ത് പോയപ്പോഴേ കൊതുകാണ്, ഇരുട്ടായില്ലേ. അല്ലെങ്കിൽ ഈ സന്ധ്യാസമയത്ത് കൊതുകുകളുടെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ ചില മുരിങ്ങ ഒരു 3 തണ്ട് മാത്രമേ ഒടിച്ചിട്ടുള്ളൂ. അത്ര മതി. അയ്യോ, എന്താ പഠിക്കുന്നത്, കൊതുകേ പോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു സൂപ്പ് ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ മുരിങ്ങയില വെള്ളമില്ലേ, എന്താ പറയുക, ആ മുതിര വെള്ളത്തിൽ ഈ മുരിങ്ങയില ഇടും. ഇന്ന് ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞാക്കി അരിയും. അതിൽ ഇത് രണ്ടും കൂടി ആ മുരിങ്ങ വെള്ളത്തിൽ ഒന്ന് വേവും. അപ്പം മുതിരയിൽ ഉപ്പിട്ടുണ്ട്, അപ്പം കൂടുതൽ ഉപ്പിടില്ല ഞാൻ. അങ്ങനെ അതങ്ങനെ വെന്ത് വരുമ്പം എന്ത് ചെയ്യണമെന്നറിയോ? പിന്നെ ഈ നൂഡിൽസ് പോലെ ഒരു സംഭവം വാങ്ങിക്കാണ്ട്, എന്തായാലും വേറെന്ത് പേരാണ്, ഈ സേമിയ പോലത്തെ ഒരു സംഭവമല്ലേ, അത് കുറച്ച് ഞെരടിയിട്ട് അതിലിടും. അപ്പം എല്ലാം കൂടി വെന്ത് കഴിയുമ്പോൾ എന്തിട്ട് ചെയ്യും, അതിലേക്ക് കോൺഫ്ലവർ പൗഡറില്ലേ, അതൊരു 1/2 സ്പൂൺ എടുത്തിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കും. ഇതെന്തിനാണെന്നറിയോ? നല്ലൊരു ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനിടുന്നത് എന്താണെന്നറിയോ? പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ നമ്മളെ സൂപ്പ് റെഡി. സൂപ്പ് റെഡിയായി. ഞാൻ ഈ സമയത്ത് മുരിങ്ങയില പറിക്കാൻ അങ്ങോട്ട് പോയപ്പോഴില്ലേ, അത് നിങ്ങളോട് പറയാൻ മറന്നു. അപ്പുറത്തെ വീട്ടിലെ നാണിയമ്മ നാമം ജപിക്കാനിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒടിക്കാൻ എൻ്റെ അയ്യത്താണ് കേട്ടോ, പക്ഷെ ഞാൻ ഒടിക്കുന്നവർക്ക് കാണാം അവിടെ നോക്കുമ്പോൾ. നാമം ജപിച്ചുകൊണ്ടിരിക്കുക പത്തിയാർ. നാരായണ 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 നാരായണ. അപ്പോഴങ്ങനെ എന്നെ കണ്ട് ഈ നാമം ജപിക്കുന്നിടയിൽ എന്നോട് അവിടുന്ന് വിളിച്ചു ചോദിക്കുക, ഈ സന്ധ്യാനേരത്ത് എന്തിനാ മുരിങ്ങയില പറിക്കുന്നത്? എന്താ ജീവികളുണ്ടാവും കേട്ടോ, സൂക്ഷിച്ചോ എന്ന്. ചേരയോ പാമ്പോ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും പറയും നാരായണ 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 രാമ 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 ഒക്കെ പറഞ്ഞ് നാമം ജപിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒടിച്ചിങ്ങോട്ട് പോന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക, അപ്പം ഇന്നിപ്പോൾ രാത്രി മുരിങ്ങയിലയാ, രാത്രി കഴിക്കരുതിട്ടോ കുട്ടിയെ. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, രാത്രി മുരിങ്ങയില കഴിക്കുന്നതിനെ കൊണ്ട് എന്തോ കുഴപ്പമുണ്ടോയെന്ന്. പിന്നെയാണ് നാണിയമ്മേനോട് കൂടുതൽ വിവരം ചോദിക്കാൻ നിന്നിട്ടില്ല, എന്താണ് കാരണം എന്നൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അതൊന്നും നിങ്ങളോട് പറയട്ടെ ചോദിച്ചു. അപ്പോൾ ശരി, ഞാൻ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ കേട്ടോ.